ഹായ് മക്കളെ, അപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആ ചാപ്റ്ററിൽ നിന്നും ഷുവറായിട്ട് നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് എസ് ആയിട്ട് ചോദിക്കാൻ പോകുന്നത് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റ് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവും. ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് പഠിക്കാണ്ട് പലർക്കും ഇപ്പോഴും അറിയില്ല, പലർക്കും കൺഫ്യൂഷൻസ് ആണ്. അപ്പോൾ അതാ നോക്കിയേ, ഈ 12ഓളം എന്താ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്കുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ ഈ വർഷം ഏതായിരിക്കും ചോദിക്കാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം അല്ലേ. അതിന് വേണ്ടി സാർ ഒന്ന് മക്കൾ ഇവിടെ നോക്കിയേ. 2018, 19, 20, 21, 22, 23, അതുപോലെ തന്നെ 24, 25 ഇത്രയും വർഷങ്ങളിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള എന്താണ് ബാലൻസ് ഷീറ്റിൻ്റെ എസ്സേയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് സാർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിയതാ 18 ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ്, പ്രീപെയ്ഡ്, ന്യൂ പ്രൊവിഷൻ, ഡിപ്രിസിയേഷൻ. അതുപോലെ തന്നെ 2019 ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ്, പ്രീപെയ്ഡ്, ഡിപ്രിസിയേഷൻ. 20 ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, ന്യൂ പ്രൊവിഷൻ ഉണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ ഉണ്ട്, ഡിപ്രിസിയേഷൻ ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ 2021 കുറഞ്ഞു പോയത്, ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ദെൻ 2022 വീണ്ടും ഡിപ്രിസിയേഷൻ, ഔട്ട്സ്റ്റാൻഡിംഗ്, പ്രീപെയ്ഡ്, ക്ലോസിംഗ് സ്റ്റോക്ക്. 2023 ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ്, പ്രീപെയ്ഡ്, ഡിപ്രിസിയേഷൻ, ഫർദർ ബാഡ് ഡെപ്റ്റ്. ഓക്കെ റെഡി. പിന്നെയോ 2024 ക്ലോസിംഗ് സ്റ്റോക്ക്, ബാഡ് ഡെപ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, ദെൻ ഡിപ്രിസിയേഷൻ. ദെൻ 25 കഴിഞ്ഞ വർഷം നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ്ങും, പ്രീപെയ്ഡും, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റും, ഡിപ്രിസിയേഷനുമാണ് വന്നിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒന്ന് ഗസ് ചെയ്യാം ഏതൊക്കെയായിരിക്കും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്നുള്ളത്. അപ്പം മക്കൾ നിർബന്ധമായിട്ടും നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു വെച്ചോളാം. ഒന്നാമത്തത് ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക്. ഒന്നാമത്തത് ഏതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക്. നിർബന്ധമായിട്ടും പഠിച്ചോളൂ കേട്ടോ. ഉറപ്പായിട്ടും അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇതുണ്ടാവും. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റ്. ദെൻ അടുത്തത് ഒന്നും നോക്കണ്ട, ഔട്ട്സ്റ്റാൻഡിങ് തന്നെയായിരിക്കും. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വൃത്തിക്ക് പഠിച്ചു വെച്ചോളാം. ഓക്കെ അല്ലേ? എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ ക്ലിയർ ചെയ്തോളാം. ഇതെങ്കിലും സാർ ഈ പറയുന്നതെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. 12ഓളം എണ്ണുണ്ട്. അപ്പം കൺഫ്യൂഷൻസ് ഉള്ള കുട്ടികളോടാണ്. ഓക്കെ, നിങ്ങൾക്ക് 12 പഠിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? സാർ ഈ പറയാൻ പോകുന്ന ഇതെങ്കിലും പഠിച്ചു വെച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തേതാ ഔട്ട്സ്റ്റാൻഡിങ് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കുക, ഉറപ്പാണ്. ദെൻ തേർഡ് പ്രീപെയ്ഡ്. ഓക്കെ, ഏതാണ്? പ്രീപെയ്ഡ്. ഓക്കെ, പ്രീപെയ്ഡ് പഠിച്ചോളാം. പ്രീപെയ്ഡിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോളാം. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഐറ്റമാണ് ഏതാ? ഡിപ്രീസിയേഷൻ. വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇത്. ഡിപ്രീസിയേഷൻ ഒക്കെ പറയും. ഡിപ്രീസിയേഷനും ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ സിമ്പിളാണ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ സിമ്പിളാണ് അല്ലേ? ദെൻ ലാസ്റ്റ് നമ്മുടെ മെയിൻ ഐറ്റം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ പോകുന്ന ഐറ്റം ഏതാ? ബാഡ് ഡെപ്റ്റ്. ഓക്കെ, ബാഡ് ഡെപ്റ്റ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ബാഡ് ഡെപ്റ്റിൽ തന്നെ ഏതൊക്കെ വരും? നമുക്ക് അറിയാം, ഫർദർ ബാഡ് ഡെപ്റ്റ്. ഓക്കെ, ഫർദർ ബാഡ് ഡെപ്റ്റും അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റും. ഈ രണ്ടെണ്ണവും നിർബന്ധമായിട്ടും നോക്കി വെച്ചോളുക. ചോദിച്ചിരിക്കും ഈ ഒരു 5 എണ്ണം. ഓക്കെ, ഈ 5 എണ്ണമെങ്കിലും മിനിമം നിങ്ങൾ വൃത്തിക്ക് പഠിച്ചിട്ട് പോയിക്കോളുക. ഒരു ഡൗട്ടും ഇല്ലാതെ അത്രയ്ക്കും പെർഫെക്റ്റ് ക്ലിയർ ആക്കി വെച്ചിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു എക്സാമിന് പോയിക്കോളുക. ഓക്കെ, ഇതെന്തായാലും നിങ്ങൾക്ക് എസ്എയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പോർഷൻസിൽ കാണാൻ പറ്റും. അപ്പോൾ സെറ്റായിട്ട് തന്നെ പഠിക്കുക. നന്നായിട്ട് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തോ, അടിപൊളിയായിട്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മൾ വീഡിയോസിലും ലൈവുകളൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റായിട്ട് എടുത്ത് കാണുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ?